മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. 1-ാം തീയതിയായിട്ട് നമുക്കൊരു കേക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴത്തേക്കും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളതാണ്. അവൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. മൈദ ഉണ്ട്, പിന്നെ കോക്കോ പൗഡർ ഉണ്ട്, പിന്നെ പഞ്ചസാര ഉണ്ട്, ബട്ടർ ഉണ്ട്, മുട്ടയുണ്ട്, വാനില എസൻസ് ആൻഡ് ഓൾസോ ബേക്കിംഗ് പൗഡർ ഉണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡറാണ് ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി മറന്നുപോയി. മെഷർമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. സോ കപ്പുകളുടെയും ടീസ്പൂണുകളുടെയും ടേബിൾ സ്പൂണുകളുടെയും അളവ് തെറ്റിപ്പോതിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനം ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൈദ വേണ്ടത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. ഇത് 1.5 കപ്പാണ് ഇപ്പോൾ ഞാനിങ്ങനെ അളന്നെടുക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഈ ഒരു പൊടിയിലേക്ക് തന്നെ, അതായത് മൈദപ്പൊടിയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ സീവ് ചെയ്യണം. സീവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആവുന്നുള്ളതാണ്. അതും വിദഗ്ധരാണ് പറയുന്നത് കേട്ടോ, ഞാനല്ല. പിന്നെ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കോക്കോ പൗഡർ കേട്ടോ. ഏത് ബ്രാൻഡിന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡാണ് എടുത്തത്. എന്നിട്ട് ഇത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വീണ്ടും സീവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 4-5 പ്രാവശ്യം സീവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റായിട്ട് മിക്സ് ആവുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കുഞ്ഞ് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ആ ഒരു കൂടുതൽ മധുരം വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഞാൻ സീവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരുമിച്ച് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ണിക്കുട്ടിക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ആ കുട്ടികൾക്ക് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ, ഈ 1.5 കപ്പ് മൈദ എന്നുള്ളത്, അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ വീറ്റ് പൗഡറും ഹാഫ് പോർഷനായിട്ട് ആഡ് ചെയ്യാം, ഓട്സ് പൗഡർ ആഡ് ചെയ്യാം. അങ്ങനെ ഹെൽത്തി ആക്കാൻ കൂടുതൽ. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഇത് പഞ്ചസാര പൊടിച്ചത് 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് വരുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും അത് 1 കപ്പാവും. സോ അത് നിങ്ങൾ നോക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കിത് ഭയങ്കര പാകമാണ് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 200 ഗ്രാംസ് ബട്ടറാണ്. ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ടാകും കേട്ടോ. ഇപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചത് സീവ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക, 200 ഗ്രാംസ്. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്കർ വെച്ചിട്ടോ വിസ്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഇത് വിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. കൈവച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് കൈവച്ചിട്ടായിരുന്നു. കൂടുതൽ പ്രാവശ്യം നമ്മളിങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുട്ട എടുക്കുകയാണ്. 1 by 1 ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അതായത് മുട്ട ഇടുന്നു, നമ്മൾ എന്നിട്ട് അത് ബീറ്റ് ചെയ്യുന്നു കണ്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ഇടുന്നു, നമ്മൾ ബീറ്റ് ചെയ്യുന്നു. ഒരുമിച്ച് നമ്മൾ എല്ലാ മുട്ടയും കൂടി ഇടണ്ട. എനിക്കറിയാൻ പാടില്ല എന്താണ് അങ്ങനെയെന്ന്. എൻ്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു തന്നു, ഞാനങ്ങനെ ചെയ്യുന്നു. അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ മുട്ടകൾ ആഡ് ചെയ്യും തോറും ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ മുട്ടയാണെന്നോണല്ലേ ഇപ്പോൾ ഇട്ടത്, എനിക്ക് ഓർമ്മയില്ല. 4ാമത്തെ മുട്ടയാണെന്നോണം ഇട്ടത്. എല്ലാ മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റി കേക്കാണ്, ട്രസ്റ്റ് മീ. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മളുടെ ഈ മിക്സ്ചർ ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതും നമ്മൾ നന്നായിട്ട് ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് കുറച്ചായിട്ട് ഈ ഒരു ഇപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ പുക ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പോലെയൊക്കെ തോന്നും. പൊട്ടിത്തെറിക്കണ അല്ലാതെ പൗഡർ ആയതുകൊണ്ട് ഇങ്ങനെ ആവണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഇടുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. നല്ല ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ കുഴഞ്ഞ ഒരു കേക്കിൻ്റെ പരുവത്തിലേക്ക് ആയി വരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു നല്ല കിടിലൻ്റെ പാകത്തിലേക്ക് വരും കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചറിൽ. അത് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. അത് നമ്മളുടെ ഒരു കണക്കനുസരിച്ചിട്ടാൽ മതി. എനിക്ക് ഹാഫും വേണമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ഹാഫിൻ്റെ 1/4 കപ്പ് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് ഒരു പൊടിക്ക് ലൂസ് ആവാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കേക്ക് കുറച്ച് കട്ടിയായി പോകും. അപ്പോൾ ആ ഒരു സ്പഞ്ചിനെസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കേക്ക് ബാറ്റർ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ഇതുപോലത്തെ ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാണ്ടും ഇടാം കേട്ടോ. ഞാൻ ഇല്ലാണ്ടും ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടിക്കുമ്പോഴൊക്കെ നമുക്ക് വായിൽ കിട്ടുമല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മതി. ഇനി നമുക്ക്
നമ്മളുടെ പാത്രങ്ങളെ ഒരുക്കാം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അമ്മ വീട്ടിൽ പണ്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച ഒരു കേക്കിൻ്റെ ഒരു ബേക്കിംഗ് ഒരു സാധനം ഒരു പാത്രമാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മൾ തേച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് ഈ ടെഡി ബെയറിനെ വന്നിട്ട് എനിക്ക് കിരൺ ഏതൊരു കേക്ക് ഷോപ്പിൽ നിന്ന് കേക്ക് ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിന്ന് എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ ബട്ടർ തൂവിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വിട്ടുവരാനും ഒട്ടിപ്പോവാതിരിക്കാനുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ ഈ രണ്ട് മോൾഡിലും ആകേണ്ട അത്ര പ്രൊഡക്റ്റ് ഇതിൻ്റെ ഉള്ളൂ കേട്ടോ, അത്ര കേക്ക്. പക്ഷേ കേക്ക് 2-3 ദിവസത്തേക്ക് ഈസിലി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ട് ബട്ടർ വന്ന ബട്ടർ പേപ്പർ ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു എന്താ പറയുക മിശ്രിതം ഇതിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കാം. നിറച്ച് കവിക്കരുത്, ഒരു 1/4 ഭാഗം ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക എയറൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോയിട്ട് നല്ല ഈവൺലി സ്പ്രെഡ് ആകുന്നുണ്ട്. ഇങ്ങനെ പടപടയെന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലായിടത്തോട്ടും സ്പ്രെഡായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. ഞാൻ മറ്റേ ആ ടെഡി ബെയറിൻ്റെ മോളിനകത്ത് ബട്ടർ പേപ്പർ പോലും വെച്ചില്ല, എന്നിട്ട് വളരെ സിമ്പിളായിട്ട് അത് വിട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. സോ ബട്ടർ പേപ്പർ ഒന്നും വേണം, നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തോട്ടും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതേ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. എന്ത് സാധനം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളും രണ്ട് കേക്കിൻ്റെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ 2 മെത്തേഡ് പറഞ്ഞുതരാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് വെൻ കമ്പയർ ടു കുക്കറിലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയത്. ഇതിപ്പോൾ എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 175 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ടൂത്ത് പിക്ക് വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. അങ്ങനെയാണ്, അല്ലാണ്ട് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്കൊരു ഫുൾ പ്രൂഫ് ടൈമിംഗ് ഒന്നും എനിക്കറിയില്ല. ചില സമയത്ത് 180 ഡിഗ്രിയിൽ കറക്റ്റ് ആവും, ചില സമയത്ത് 175-ൽ 20 മിനിറ്റ്സ് വെച്ചാലാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അതിൻ്റെ അകത്ത് റോ മാവ് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ റിങ് ഇട്ടിട്ട് നമ്മളുടെ ഈ ഒരു മോൾഡ് അതിൻ്റെ മേലെടുത്ത് വെക്കുക, അടച്ച് വെക്കുക. നമ്മളുടെ വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ്സ് വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് പാകം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയത്. പിന്നെയാണ് നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറ്റിയത്. എയർ ഫ്രയറിൽ ഭയങ്കര ഹാഫ് ദ ടൈം മതി, 20 മിനിറ്റ്സിൽ നമുക്ക് കേക്ക് ആവും. അതാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവം. PGN ആണ് നമ്മുടെ ബ്രാൻഡ് കേട്ടോ. അപ്പോൾ അതേ കേക്ക് രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം കൂളാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കണ്ട അതെ അതിൻ്റെ ആവശ്യം വന്നില്ല, കത്തി വെച്ച് തൊടേണ്ട ആവശ്യം പോലും ഒന്നുമില്ല, വെറുതെ വിട്ടു പോന്നു. ആൻഡ് ഓൾസോ നമ്മളുടെ ആ ഒരു ബട്ടർ പേപ്പർ അങ്ങ് പൊക്കി മാറ്റിയാൽ മതി. അപ്പം നിങ്ങൾ ഓർക്കും ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ തട്ടിപ്പോയെന്ന്. അങ്ങനെയല്ല, ഇത് കണ്ടോ, ഇതിങ്ങനെ ഇളകിയിരിക്കണം ഓൾറെഡി. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കേക്ക് ഭയങ്കര യമ്മിയാണ്, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. 1-ാം തീയതിയായിട്ട് നമുക്ക് കേക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു മാർച്ച് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്. എൻ്റെ പിള്ളേർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്. സന്ധ്യയുടെ റെസിപ്പിയാണ് കേട്ടോ, നമ്മുടെ എഡിറ്റർ സന്ധ്യയുടെ റെസിപ്പിയാണത്. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗുസ്തിയാണ് അവർക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ. അത്രയും യമ്മി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. വിസ്ക് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഈസി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ 1-ാം തീയതി ആയിട്ടുള്ള നമ്മുടെ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടാണ്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ബൈ.